Hi viewers, welcome to the session. Here we are going to see about Bloom's taxonomy, one of the most important topic that gets covered in all the competitive examination syllabus. So let us see it in detail. We know education is one of the most important aspect which decides the development of a society. So education is of utmost importance. And for education to be successful, framing educational objectives is of paramount importance. So, the skill of instructional objectives, of framing instructional objectives, is very important, and the teacher need to be highly skilled in framing these instructional objectives. For it, a teacher must know about Bloom's taxonomy because these instructional objectives are framed based on this taxonomy. So we are going to see in detail about this Bloom's taxonomy. So before going to enter to the topic, let us see what is learning objective. As we already said, instructional objectives are having paramount importance in the process of teaching. So what is an instructional objective or what is a learning objective? These are the statements that describe what a student is expected to learn from the lesson. അതായത് ഒരു ക്ലാസ്സിൽ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അധ്യാപകർ മുൻകൂട്ടിയിട്ട് ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന ക്ലാസ്സിലൂടെ എൻ്റെ കുട്ടികൾ നേടിയെടുക്കേണ്ട ബോധനോദ്ദേശങ്ങൾ ഇതെല്ലാമാണ് എന്നതിനെക്കുറിച്ച് ശരിയായ ഒരു അറിവുണ്ടായതിനു ശേഷം മാത്രമായിരിക്കും ഒരു അധ്യാപിക ഒരു ക്ലാസ് തുടങ്ങുന്നത്. സോ ഓരോ ക്ലാസ് മുറിയിലും ഒരുപാട് ബോധനോദ്ദേശങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ ബോധനോദ്ദേശങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി എടുത്തി വെക്കുക എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചെയ്യാൻ സഹായിക്കുന്ന, ഇത് നല്ല രീതിയിൽ വളരെ റീസണിങ്ങോട് കൂടി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ അധ്യാപകർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത്. ബ്ലൂംസ് ടാക്സോണമി അറിയുന്നതിലൂടെയാണ് അധ്യാപകർക്ക് ഈ ഓരോ മേഖലയെക്കുറിച്ചും അല്ലെങ്കിൽ ആ മേഖലകളിൽ ഉണ്ടായിരിക്കേണ്ട ബോധനോദ്ദേശങ്ങളെ കുറിച്ചൊക്കെ ശരിയായിട്ടുള്ള ഒരു അറിവും അതിൻ്റെ പുറത്ത് ശരിയായ രീതിയിൽ തന്നെ പിന്നീട് ബോധനോദ്ദേശങ്ങൾ ക്രമപ്പെടുത്താനും സാധിക്കുന്നത്. ഓക്കെ, ഈ ബോധനോദ്ദേശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി അറിയണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത് ആക്ച്വലി ബെഞ്ചമിൻ എസ് ബ്ലൂം, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ലൈഡിൽ കാണുന്ന ബെഞ്ചമിൻ എസ് ബ്ലൂം, അദ്ദേഹം 1956 ഇങ്ങനൊരു ടാക്സോണമി അല്ലെങ്കിൽ ഇങ്ങനൊരു ഫ്രെയിം വർക്കിന് തുടക്കം കുറിക്കുന്നത്. Okay, so this taxonomy was created by Benjamin Bloom in 1956 and published as a kind of classification of learning outcomes and objectives. So learning objectives അല്ലെങ്കിൽ learning outcome ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു ടീച്ചിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ പിറകിലാണ് പിന്നീട് ഓരോ അധ്യാപകരും അതിന് അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളെല്ലാം നൽകുന്നത്. സോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോകാൻ ഒരു അധ്യാപകന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആണ് ബ്ലൂംസ് ടാക്സോണമി ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പൊ ബെഞ്ചമിൻ എസ് ബ്ലൂം ആണെങ്കിൽ 1956 ഏത് രീതിയിൽ വേണം ഇതിനെ ക്രമപ്പെടുത്തിയെടുക്കാൻ, ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീടും ഒരുപാട് പഠനങ്ങൾ നടക്കുകയുണ്ടായി. 1956 ശേഷം അതിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. ഓക്കെ, അതിനുശേഷം പിന്നെ 2001 ഈ ഒരു ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമി, ഒറിജിനൽ ടാക്സോണമി ഗോട്ട് റിവൈസ്ഡ്. ഇത് റിവൈസ് ചെയ്യുകയുണ്ടായി 2001 ആൻഡ് ഇറ്റ് വാസ് റിവൈസ്ഡ് ബൈ ലോറിയൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വോൾ. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇതിനെ റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. ഇന്ന് അധികം ഫോളോ ചെയ്യുന്നതെല്ലാം നമ്മൾ റിവൈസ്ഡ് ടാക്സോണമിയാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ടാക്സോണമിയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാക്സോണമിയെ കുറിച്ച് കാണുന്നതിന് മുൻപ് ബെഞ്ചമിൻ എസ് ബ്ലൂം മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു റിവൈസ്ഡ് ടാക്സോണമിയുടെ പേരാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്നത് എ ടാക്സോണമി ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള പേരിലാണ് റിവൈസ്ഡ് ടാക്സോണമി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വാൾ റിവൈസ് ചെയ്തു 2001 റിവൈസ് ചെയ്തിട്ടുള്ള ബെഞ്ചമിൻ ടാക്സോണമി, ബ്ലൂംസ് ടാക്സോണമി ഇന്ന് ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ടൈറ്റിൽ ഇങ്ങനെയാണ്, എ ടാക്സോണമി ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് എന്നുള്ളതാണ് റിവൈസ്ഡ് ടാക്സോണമിയുടെ ഇപ്പോഴത്തെ ടൈറ്റിൽ.
ഓക്കെ, സോ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യമായിട്ട് ബെഞ്ചമിൻ എസ് ബ്ലൂം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറൈസ്ഡ് 3 മണ്ഡലങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കോഗ്നിറ്റീവ് ഡൊമെയിൻ, അഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ. So this taxonomy comprises 3 learning domains, the cognitive, affective and psychomotor, and assigns to each of these domains a hierarchy that corresponds to different levels of learning. നമുക്കറിയാം ഇവിടെ ടാക്സോണമി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ, അതായത് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഈ ഒരു ടാക്സോണമിയിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒബ്ജക്റ്റീവ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? ഈ പറഞ്ഞ 3 മണ്ഡലങ്ങളിലായിട്ട് ഈക്വൽ ആയിട്ട് 3 മണ്ഡലങ്ങളിൽ വരുന്ന തരത്തിലുള്ള ബോധനോദ്ദേശങ്ങളെയാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേണിംഗ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് കോഗ്നിറ്റീവ് ഡൊമെയിൻ, ദ സെക്കൻഡ് ഈസ് എഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് ദ തേർഡ് വൺ ഇസ് സൈക്കോമോട്ടർ ഡൊമെയിൻ. Okay, and it is important to note that the different levels of thinking defined within each domain of the taxonomy are hierarchical. അപ്പോൾ ഇതിൽ ഓരോ ഡൊമെയിൻസിന്റെ ഉള്ളിൽ പറയുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അതിനെ കറക്റ്റ് ഈ പറഞ്ഞ രീതിയിൽ ഹൈറാർക്കിക്കൽ ഓർഡറിലാണ്. അതിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്ക്. ഓക്കെ, അപ്പൊ ആ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചാണ് ഇവിടെ നമുക്ക് ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കോഗ്നിറ്റീവ് ഡൊമെയിൻ, എഫക്റ്റീവ് ഡൊമെയിൻ, സൈക്കോമോട്ടർ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതായത് മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് സംബന്ധിച്ച ബുദ്ധിയുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്നുള്ളതിൽ പെടുന്നത്. ഹെഡ് ഡീൽസ് വിത്ത് ഹെഡ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, വിച്ച് ഡീൽസ് വിത്ത് ഹിസ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവന്റെ ഫീലിങ്സ്, അവന്റെ ഇമോഷൻസ്, ഇതൊക്കെയാണ് എഫക്റ്റീവ് ഡൊമെയിനിന്റെ ഉള്ളിൽ വരുന്നത്. ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കുന്ന ആ ഒരു ഇത് ഹാൻഡ് എന്നുള്ളതാണ് അല്ലെ. ഹാൻഡ് അതായത് അവന്റെ പേശി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള അവന്റെ മോട്ടോർ മൂവ്മെന്റ്സ്, ഓക്കെ, മോട്ടോർ കോർഡിനേഷൻ ആൻഡ് മൂവ്മെന്റ്സ്, അതെല്ലാമാണ് സൈക്കോമോട്ടർ ഡൊമെയിനിൽ വരുന്നത്. സോ ദീസ് ആർ ദ 3 ഡൊമെയിൻസ്: കോഗ്നിറ്റീവ് ഡൊമെയിൻ, അഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ. കോഗ്നിറ്റീവ് ഡൊമെയിൻ വിച്ച് ഡീൽസ് വിത്ത് കോഗ്നിഷൻ അല്ലെങ്കിൽ ബുദ്ധിയുടെ ആസ്പെക്ട്സ്, ഇന്റലക്ച്വൽ തിങ്കിങ്, ഓക്കെ, അങ്ങനെ ഒരു റീസണിങ് പവർ, അതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്നത്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മനുഷ്യന്റെ ഫീലിങ്സ്, അവന്റെ ഇമോഷൻസ്, അതെല്ലാമാണ് എഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നത്. സൈക്കോമോട്ടർ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ അവന്റെ പേശി പ്രവർത്തനങ്ങളാണ് വരുന്നത്. ഓക്കെ, മൂവ്മെന്റ്സ് ആണ് വരുന്നത്, ഫിസിക്കൽ മൂവ്മെന്റ്സ് ആണ് സൈക്കോമോട്ടർ ഡൊമെയിനിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഒരു 3H എന്നുള്ള ഒരു ഫിലോസഫി കൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. ഈ 3Hനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ഇവിടെ എല്ലാത്തിലും ഈ 3 കാര്യങ്ങളിലും, അതായത് ബുദ്ധിക്ക് മാത്രമല്ല അവന്റെ എഫക്റ്റീവ് ഡൊമെയിനും അതുപോലെ സൈക്കോമോട്ടർ ഡൊമെയിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിയിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ ഇവിടെ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതുപോലെ 3 ഡൊമെയിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: കോഗ്നിറ്റീവ് ഡൊമെയിൻ, അഫക്റ്റീവ് ഡൊമെയിൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ. ഇനി കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റലക്ച്വൽ സ്കിൽസ് ആണ് വരുന്നത്. ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്നത്. അതായത് തിങ്കിങ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്ന ഈ ഒരു മണ്ഡലത്തിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റീവ് ഡൊമെയിൻ. എഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ അവന്റെ ഹൃദയം, അതായത് അവന്റെ ഫീലിങ്സ്, അവന്റെ ഇമോഷൻസ്, ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് എഫക്റ്റീവ് ഡൊമെയിനിൽ വരുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ പഠനം എന്ന് പറയുമ്പോൾ അവന് ഹെഡിൽ വരുന്ന അല്ലെങ്കിൽ അവന്റെ ബുദ്ധിപരമായ ഒരു ഡെവലപ്മെന്റ് മാത്രം സാധ്യമാക്കിയാൽ പോരാ, നമ്മൾ എഫക്റ്റീവ് ഡൊമെയിനിലും സൈക്കോമോട്ടർ ഡൊമെയിനിലും പരിവർത്തനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കണം ബോധനം നടക്കേണ്ടത് അല്ലെങ്കിൽ പഠനം നടക്കേണ്ടത് എന്നുള്ളതിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് സൈക്കോമോട്ടർ ഡൊമെയിൻ എന്ന് പറയുന്നത് മോട്ടോർ സ്കിൽസ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അവന്റെ പേശി പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ ഒരു സൈക്കോമോട്ടർ ഡൊമെയിനിൽ വരുന്നത്. ഇതിന് മറ്റൊരു പേരാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്നുള്ളത്. സൈക്കോമോട്ടർ ഡൊമെയിനിന്റെ മറ്റൊരു പേരാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് 3 ഡൊമെയിൻസ്. ഈ 3 ഡൊമെയിൻസിലേക്കാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ അതിന്റെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഡൊമെയിൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസം വേണം എന്നുള്ളതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ നടത്തി തുടങ്ങിയത് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ കാണാം കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സിൽ, ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ലൈഡിൽ കാണുന്നത്, ഇതിൽ പറഞ്ഞു നമ്മൾ 3 ഡൊമെയിൻസിലും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഇതിൽ ശരിക്കും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ, ഓക്കെ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തത് ബെഞ്ചമിൻ എസ് ബ്ലൂം തന്നെ 1956 1956. പക്ഷേ എഫക്റ്റീവ് ഡൊമെയിനിൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ക്രത്വാൾ, ബ്ലൂം ആൻഡ് മറിയ.
ഇപ്പോൾ ബ്ലൂമുണ്ട്, ഒപ്പം അദ്ദേഹത്തിന്റെ കൂടെ ക്രത്വാൾ മറിയ, ഇവർ 3 പേരും കൂടി 1964 എഫക്റ്റീവ് ഡൊമൈനിലേക്കുള്ള ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന സൈക്കോമോട്ടർ ഒബ്ജക്റ്റീവ്സ്, അതായത് സൈക്കോമോട്ടർ ഡൊമൈനിലുള്ള ഒബ്ജക്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് സിംസൺ ഇൻ 1966 ആൻഡ് ഹാരോ ഇൻ 1972. അപ്പൊ ഈ രീതിയിലാണ് 3 ഡൊമൈൻസിലേക്കുള്ള ഒബ്ജക്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ ബെഞ്ചമിൻ എസ് ബ്ലൂം തന്നെയാണ് കൊഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ് അതുപോലെ എഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ബട്ട് സൈക്കോമോട്ടർ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ആക്ച്വലി സിംസൺ അതുപോലെ ഹാരോ ചേർന്നാണ്. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3 ഡൊമൈൻസിനെ സംബന്ധിച്ചുള്ളത്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് കാണാം ഈ ഓരോ ഡൊമൈനിൽ വരുന്ന ഒബ്ജക്റ്റീവ്സിനെ എങ്ങനെ ഓർഡർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വിത്ത് കൊഗ്നിറ്റീവ് ഡൊമൈൻ. ഈ കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഒബ്ജക്റ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഒറിജിനൽ ടാക്സോണമിയിൽ നടന്നിരിക്കുന്നത്. 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം തന്നെ ക്ലാസിഫൈ ചെയ്തതാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ആ ഒരു ക്ലാസിഫിക്കേഷൻ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നോളജ്. നോളജ് എന്നുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. നോളജ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് വൺ ഇസ് കോംപ്രിഹെൻഷൻ, തേർഡ് ഇസ് ആപ്ലിക്കേഷൻ, നെക്സ്റ്റ് ഇസ് അനാലിസിസ്, ദെൻ സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ ഈ കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ഒബ്ജക്റ്റീവ്സിനെ ഹയറാർക്കിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് ബ്ലൂംസ് ടാക്സോണമി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡൊമൈൻസിനെ തിരിച്ചു, അതിനുശേഷം കൊഗ്നിറ്റീവ് ഡൊമൈനിലെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന് ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തി. ഇതാണ് ഒറിജിനൽ ടാക്സോണമിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. എന്നാൽ നേരത്തെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ഒബ്ജക്റ്റീവ്സിനെയാണ് പിന്നീട് 2001 റിവിഷൻ ചെയ്തുകൊണ്ട് ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വാൾ റിവൈസ് ചെയ്തുകൊണ്ട് ചില മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് ഇന്നത്തെ ഒരു റിവൈസ്ഡ് ടാക്സോണമി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇൻ ദ കമ്മിങ് സ്ലൈഡ്. And the next domain, coming to the next domain, that is affective domain. Affective domain എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ, ആദ്യത്തെ ലെവൽ എന്ന് പറയുമ്പോൾ റിസീവിംഗ്, നെക്സ്റ്റ് ഇസ് റെസ്പോണ്ടിങ്, the third one is valuing, organization and characterization. അപ്പൊ ഇങ്ങനെ 5 ലെവലിലായിട്ടാണ് affective domainൽ ലെവൽസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ 6 ലെവൽസിലായിട്ട് നമുക്ക് കാണാം. സ്റ്റാർട്ടിംഗ് ഫ്രം സിമ്പിൾ സ്കിൽ ആണ് അല്ലെങ്കിൽ സിമ്പിൾ ലെവൽ ആണ് നോളജ് എന്ന ലെവൽ. അവിടെ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ ഇവാലുവേഷൻ എന്നുള്ള ലെവലിലേക്ക് എത്തുകയാണ്. അഫക്റ്റീവ് ഡൊമൈനിൽ സിമ്പിൾ ആയി തുടങ്ങുന്നത് റിസീവിംഗ്, പിന്നെ നെക്സ്റ്റ് അടുത്ത ലെവലിലേക്ക് റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ, ക്യാരക്ടറൈസേഷൻ, ആ രീതിയിൽ പോകും. ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ തന്നെ പെർസെപ്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പെർസെപ്ഷൻ, ഓക്കെ, സീയിങ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ്, പെർസെപ്ഷൻ, പിന്നെ നെക്സ്റ്റ് വൺ ഇസ് സെറ്റ്, ഗൈഡഡ് റെസ്പോൺസ്, മെക്കാനിസം, ദെൻ കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ്. സോ ഈ രീതിയിലുള്ള ഒരു ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഈ 3 ഡൊമൈൻസിലും ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിഫറെന്റ് ലെവൽസിലായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം ചെയ്ത ക്ലാസിഫിക്കേഷന് ഏത് രീതിയിലാണ് മോഡിഫിക്കേഷൻ വരുത്തി റിവൈസ്ഡ് ടാക്സോണമിയിൽ അറിയപ്പെടുന്നത് എന്നതാണ്. സോ മൂവിങ് ഓൺ ടു ദാറ്റ് പോയിന്റ്. So here you can see the old version അല്ലെങ്കിൽ ഒറിജിനൽ ടാക്സോണമി ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ബ്ലൂംസ് ടാക്സോണമി, ഒറിജിനൽ ടാക്സോണമി which was published in 1956. കൊഗ്നിറ്റീവ് ഡൊമൈനിലെ ഒബ്ജക്റ്റീവ്സിന്റെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലീസ്റ്റ്, അതായത് താഴെ നിന്നാണ് തുടങ്ങുന്നത് നോളജ് എന്നുള്ള ലെവലിൽ നിന്നും മുകളിലേക്ക് കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇവിടെ ആരോ സൂചിപ്പിക്കുന്നുണ്ട് മുകളിലേക്കുള്ള പോക്കാണ്. അതായത് താഴെയുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെവലാണ്. നെക്സ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി തിങ്കിങ് പ്രോസസ്സിൽ കുറച്ചുകൂടി ഒരു കോംപ്ലക്സിറ്റി കൂടും. തേർഡ് ലെവലിലേക്ക് എത്തുമ്പോൾ കോംപ്ലക്സിറ്റി കുറച്ചുകൂടി കൂടി, പെർസെൻറ്റേജ് കൂടി. ഓക്കെ, അനാലിസിസ് എത്തുമ്പോൾ അവിടെ പെർസെൻറ്റേജ് ഓഫ് കോംപ്ലക്സിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴാണ്, ഇവാലുവേഷനിൽ എത്തുമ്പോഴാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ ആ ഹയർ ലെവൽ ഓഫ് തിങ്കിങ് വേണ്ടത്. ഓക്കെ, ആ ഇവാലുവേഷൻ എന്നുള്ള ലെവലാണ് കോംപ്ലക്സ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലെ താഴെ ഉള്ള 3 ലെവൽസിനെ അദ്ദേഹം ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്നാണ് പറയുന്നത്. LOTS എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോട്ട്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, അതായത് ബാക്കി വരുന്ന 3 അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ, അത് ഒരുമിച്ച് ചെയ്യുന്ന ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് അല്ലെങ്കിൽ HOTS എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ ലെവലിലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സാണ് വരുന്നുള്ളൂ കമ്പയർ ടു ദ നെക്സ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് വരുന്നത്. ആൻഡ് അനാലിസിസ് മുതൽക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി തിങ്കിങ് പ്രോസസ് കൂടുതൽ, അതിന്റെ കോംപ്ലക്സിറ്റി കൂടുകയാണ്.
സോ ആ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അത് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിലേക്ക് പെടുന്നതായിട്ട് നമുക്ക് കാണാം. സോ ദിസ് ഈസ് ദ ഒറിജിനൽ ടാക്സോണമി ഓർ ബ്ലൂംസ് ടാക്സോണമി വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1956. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ, അതായത് റിവൈസ്ഡ് വേർഷൻ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കാണാം 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ടാക്സോണമി. ഓക്കെ, ആ ടാക്സോണമി ഏത് രീതിയിലാണ് 2001 ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വാൾ ചേർന്നുകൊണ്ട് റിവൈസ് ചെയ്ത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു സ്ലൈഡിൽ. അപ്പൊ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓരോ ലെവലിലും അദ്ദേഹം കൊടുത്തിരുന്ന പേരുകളിൽ ചെറുതായ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി ബെഞ്ചമിൻ എസ് ബ്ലൂം യൂസ് ചെയ്തിരുന്ന നൗൺ ഫോംസ് ഓഫ് ദ വേർഡ് മാറിക്കൊണ്ട് വേർബ് ഫോംസ് യൂസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് 2 ലെവലിൽ ചെറുതായിട്ടൊരു ഇന്റർചേഞ്ചിങ് നമുക്ക് കാണാൻ സാധിക്കും, ഒരു റീപ്ലേസിങ് ദ ഓർഡർ. അതായത് നമുക്ക് 1956 നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം സിന്തസിസ് ആണ് അവിടെ 5th ലെവലിൽ വരുന്നത്, സിന്തസിസ് ആണ്. ഓക്കെ, ആൻഡ് 6th ലെവലിൽ വരുന്നതാണ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പൊ ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇവാലുവേഷൻ ആണ് വരുന്നത്. എന്നാൽ റിവൈസ് ചെയ്യുമ്പോൾ അത് നേരെ മറിഞ്ഞുപോയി. അത് മാത്രമല്ല, സിന്തസിസ് എന്നുള്ളതിന് പകരം അദ്ദേഹം യൂസ് ചെയ്ത ഒരു പുതിയ വേർഡ് ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വാൾ ചേർന്നുകൊണ്ട് സിന്തസിസ് എന്നുള്ളതിന് അവർ ക്രിയേറ്റ് എന്നുള്ള ഒരു വേർബ് ഫോം ആക്കിയിട്ട് മാർക്കാണ് ചെയ്തത്. അപ്പൊ സിന്തസിസ് എന്നുള്ളതിന്റെ അർത്ഥം നമുക്കറിയാം, അതും സിന്തസിസ് എന്ന് പറയുമ്പോഴും അത് എന്തോ ഉണ്ടാക്കുക എന്നുള്ളതാണ്, എലമെന്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയൊരു എലമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്രിയേറ്റ് എന്നുള്ളതും അതേ രീതിയിൽ തന്നെ, പക്ഷെ അതിനെ ഹയർ ലെവലിലേക്ക് മാറ്റുകയുണ്ടായി. 1956 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ എന്ന് പറയുന്നത് 6th ലെവലിലായിരുന്നു. ഓക്കെ, അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹയർ ലെവലിൽ കിടക്കുന്നതാണ്. അപ്പൊ ആ ഇവാലുവേഷൻ എന്നുള്ളത് 2001 വരുമ്പോൾ അത് 5th ലെവലിലായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള ചേഞ്ച്. അപ്പൊ ഇനി നമുക്കത് നോക്കി നോക്കാം. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ നോളജ്. ഓക്കെ, നോളജ് എന്നുള്ള 1956 ബെഞ്ചമിൻ എസ് ബ്ലൂം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് 1956 നോളജ് എന്നുള്ളത്. അതിന് പകരം അതിനെ റിവൈസ് ചെയ്തപ്പോൾ നോളജ് ബിക്കംസ് റിമെമ്പർ എന്നായി മാറി. അതുപോലെ കോംപ്രിഹെൻഷൻ ടേൺസ് ടു ബി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കോംപ്രിഹെൻഷൻ എന്നുള്ളത് റിവൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു ഫോം ആയി. ആപ്ലിക്കേഷൻ എന്നുള്ളത് അപ്ലൈ എന്നായി. അനാലിസിസ് ബിക്കംസ് അനലൈസ്. സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ അതിന് ഓർഡറിൽ റീചേഞ്ചിങ് വന്നു. ഓക്കെ, അവിടെ ഓർഡറിൽ മാറ്റം വന്നു, വേർഡ്സിലും ചെറുതായിട്ടൊരു മാറ്റം വന്നു. സിന്തസിസ് എന്നുള്ളത് ക്രിയേറ്റും ഇവാലുവേഷൻ എന്നുള്ളത് ഇവാലുവേറ്റ് ആയി. അപ്പൊ ഇനി നമ്മൾ ഈ ഒരു മോഡിഫൈഡ് വേർഷൻ, ഓക്കെ, അല്ലെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയാണ് ഇപ്പൊ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ. അപ്പൊ ഇവിടെ നൗണിൽ നിന്നും വേർബിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇന്നത്തെ ക്ലാസ് റൂമിൽ നമുക്കറിയാം അവരിൽ കൂടുതലായിട്ടും ഓരോ കുട്ടികളിലുള്ള തിങ്കിങ് പ്രോസസ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ളത് തന്നെ. ആ ഒരു തിങ്കിങ് പ്രോസസ്സിന്, ആ പ്രക്രിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് നൗൺ ഫോംസ് മാറ്റി വേർബ് ഫോംസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആ ലെവലിലുള്ള ഒരു ഇന്റർചേഞ്ചിങ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റിവൈസ്ഡ് വേർഷനിലേക്കുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു റിവൈസ്ഡ് വേർഷൻ, ബ്ലൂംസ് ടാക്സോണമിയുടെ റിവൈസ്ഡ് വേർഷൻ, അതായത് ലോറിൻ ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രത്വാളുടെ റിവൈസ്ഡ് വേർഷൻ ഇവിടെ കാണാം. ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു താഴെ മുതൽക്ക്. ഓക്കെ, റിമെമ്പറിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് എന്നുള്ള രീതിയിലേക്കായിട്ട് മാറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിലെ ഓരോ ഡൊമൈനിൽ വരുന്ന ഓരോ ലെവലിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് റോയിൽ കാണാൻ സാധിക്കുന്നത്. ഓരോ ആക്ഷൻ വേർഡ്സ്, അതായത് റിമെമ്പറിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലെത്തിയ കുട്ടി, റിമെമ്പറിംഗ് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്തൊക്കെ ചെയ്യാം? he will be able to define something he studied. അവൻ പഠിച്ച എന്തിനെങ്കിലും അവന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ he will be able to state, to list, to recall, to recognize, to repeat, select, quote, to match, identify, recite, and to name something. ഓക്കെ, സോ ഈ ഒരു റിമെമ്പറിംഗ് എന്നുള്ള സ്റ്റേജിലെത്തിയ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചെറിയ കുട്ടികൾ തന്നെ they will be sometimes റിസൈറ്റിംഗ് സം പോംസ്. ഓക്കെ, അപ്പൊ അവർ വളരെ നല്ല ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് പോംസ് എല്ലാം റിസൈറ്റ് ചെയ്യും. പക്ഷെ ആക്ച്വലി അവരത് മെമ്മറൈസ് ചെയ്തുകൊണ്ട് അവർ അത് റീകോൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതായത് അറിവാണ് അവിടെ കാണുന്നത്. ആ ഒരു ഫസ്റ്റ് ലെവൽ എന്നുള്ളതിൽ കാണുന്നത് അറിവാണുള്ളത്. ഓക്കെ, അവരത് വായിച്ചു കേട്ട ആ ഒരു അറിവ് വെച്ചുകൊണ്ട് പിന്നീട് അവരത് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിമെമ്പറിംഗ് എന്ന സ്റ്റേജിൽ വരുമ്പോൾ. എന്നാൽ നെക്സ്റ്റ് ലെവലിലേക്ക് കയറുമ്പോൾ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടി പഠിച്ച അറിവിനെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതായത് ആശയഗ്രഹണം നടന്നുകൊണ്ടാണ് സെക്കൻഡ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്.
അറിവ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഗ്രഹണം നടക്കുന്നത്, ആശയഗ്രഹണം നടക്കുന്നത്. അപ്പൊ സെക്കൻഡ് ലെവലിലേക്ക് എത്തുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹി വിൽ ബി ഏബിൾ ടു ക്ലാസിഫൈ തിങ്സ്. ഓക്കെ, പഠിച്ച കാര്യങ്ങളിൽ പലതും അവന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടു ഇന്റർപ്രറ്റ്, ടു ഡിസ്ക്രൈബ്, ടു എക്സ്പ്ലെയിൻ, ടു എക്സ്പ്രസ്, ടു ഡിസ്റ്റിംഗ്വിഷ്, ടു ഗ്രൂപ്പ്, ടു ഇല്ലസ്ട്രേറ്റ്. അപ്പൊ ഈ രീതിയിലേക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തിയ ഒരു കുട്ടിയുടെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവൻ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. അതായത് അവൻ പഠിച്ച കാര്യം, അവൻ മനസ്സിലാക്കിയ കാര്യം അവൻ ജസ്റ്റ് റീകോൾ ചെയ്യുക അല്ലെങ്കിൽ റിസൈറ്റ് ചെയ്യുക മാത്രമല്ല, അവൻ അത് മനസ്സിലാക്കിക്കൊണ്ട് അവന് അതിൽ എക്സാമ്പിൾ പറയാൻ പറ്റുന്നു. ഓക്കെ, നൗൺ എന്തെന്ന് ഡിഫൈൻ ചെയ്ത ഒരു കുട്ടി, റിമെമ്പറിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോൾ നൗൺസിന് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ അവന് സാധിക്കുന്നു. അപ്പൊ അവൻ നെക്സ്റ്റ് ലെവലിലെത്തി, അതായത് കോംപ്രിഹെൻഷൻ, അതായത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ലെവലിലേക്ക് എത്തി. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുമ്പോൾ അപ്ലൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്ലൈ എന്ന ലെവലിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടിയുടെ തിങ്കിങ് പ്രോസസ് ഒന്നുകൂടിയും കൂടി അവന് ആശയം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മനസ്സിലാക്കിയ ആശയം അവൻ അവന്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാണ്, റിയൽ സിറ്റുവേഷൻസിലേക്ക് അവൻ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടി കോംപ്ലക്സ് സ്കില്ലായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഹി വിൽ ബി ഏബിൾ ടു കമ്പ്യൂട്ട്, ഓക്കെ, അപ്ലൈ ടു സം അതർ സിറ്റുവേഷൻ, ടു ചൂസ്. ഒരു കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു ചൂസ് ഫ്രം ദ list, okay, the right one. Then to examine, then to write, to solve, to produce, to utilize, to make use of, and to use. So to make use of അല്ലെങ്കിൽ to use എന്ന് പറയുമ്പോൾ he will be able to make use of the new words he studied. അല്ലെങ്കിൽ ഇപ്പോൾ nouns ഒക്കെ ആണെങ്കിൽ ഒരു സെന്റൻസിൽ എവിടെയാണോ പ്രൊനൗൺസ് യൂസ് ചെയ്യേണ്ടത് അത് അവന് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പൊ ആ ലെവലിലേക്ക് എത്തുമ്പോൾ അത്തരം ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് ലെവൽ, ദാറ്റ് ഇസ് അനലൈസ് എന്നുള്ള ലെവല്. അനലൈസ് എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ കുട്ടി കുറച്ചുകൂടി മനസ്സിലായി. അനലൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, കുട്ടി വിശകലനം ചെയ്യാണ്, ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുട്ടി വിശകലനം ചെയ്യാണ്. പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെ എല്ലാ രീതിയിലും അതിന്റെ എലമെന്റ്സ് ഓരോ ചെറിയ കമ്പോണൻസും എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയാണ് അനലൈസ് ചെയ്യാവുന്ന ആ ഒരു സ്റ്റേജിൽ എത്തുന്ന കുട്ടി ചെയ്യുന്നത്. അപ്പൊ അവൻ എന്തൊക്കെ ചെയ്യാം? ഹി വിൽ ബി ഏബിൾ ടു അനലൈസ്, to classify, to compare, okay, to connect, to deduce, to estimate, to discriminate and to differentiate. So ഈ രീതിയിലേക്കുള്ള കുറേ കാര്യങ്ങൾ അവന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തി മാറി അനലൈസ് എന്നുള്ള ലെവലിൽ എത്തുമ്പോൾ. ആൻഡ് ദ നെക്സ്റ്റ് കംസ് ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് എന്നുള്ള സ്റ്റേജിൽ എത്തുന്ന ഒരു കുട്ടിക്ക് അവൻ അവിടെ ഹി വിൽ ബി ഏബിൾ ടു ഡിഫെൻഡ് ഹിംസെൽഫ് യൂസിങ് ഹിസ് റീസണിങ് പവർ, ഓർ ഹി വിൽ ബി ഏബിൾ ടു ജഡ്ജ് തിങ്സ്. ഓക്കെ, അവൻ വായിച്ച കാര്യങ്ങൾ, അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ അവൻ പ്രോപ്പർ റീസണിങ്ങോട് കൂടിയിട്ട് അവൻ്റെതായിട്ടുള്ള റീസണിങ്ങോട് കൂടി അവന് അതിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി, കുറച്ചുകൂടി നല്ല കോംപ്ലക്സ് ലെവലിലേക്ക് എത്തി ഇവാലുവേറ്റ് എന്ന സ്റ്റേജിൽ എത്തുന്ന കുട്ടി. സോ അവൻ അവിടെ എന്തെല്ലാം ചെയ്യാം? ഹി വിൽ ബി ഏബിൾ ടു അപ്രൈസ്, give, to assess, to conclude, to criticize, to defend, to decide, to debate, okay, to judge and to rate things. Okay, so he will be able to rate things with his reasoning power. കാരണം അവൻ ബാക്കി എല്ലാ ലെവൽസിലൂടെ അവൻ കടന്ന് ഇവാലുവേറ്റ് എന്നുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ he will be able to rate things or he will be able to judge things using his reasoning power. And the next one, the last level എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിയേറ്റ് എന്നുള്ളതാണ്. അവിടെ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ he will be able to create something new. ഒരു പുതിയ പ്രൊഡക്റ്റ്, അവന്റെ ഐഡിയ, അവൻ പഠിച്ച പുതിയ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, പഠിച്ച ആ ഒരു പുതിയ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ അവന് സാധിക്കുന്നു എന്നുള്ളതാണ് ക്രിയേറ്റ് എന്നുള്ള സ്റ്റേജിലെത്തുമ്പോൾ. അപ്പൊ അവിടെ നമുക്ക് ആ ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലിലേക്കുള്ള ഒരു വരവ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ, ഹി വിൽ ബി ഏബിൾ ടു adapt to a certain environment, then to create something new, to construct, okay, to compose lines of a poem, to design, to formulate, to modify, to produce and to prepare. So ഈ രീതിയിലേക്കുള്ള ഒരു മാറ്റമാണ് ഇതിലെ ഓരോ ശ്രേണികളിലൂടെ മാറി മാറി വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇതിലെ ഓരോ സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മാത്രമല്ല, ഓരോ സ്റ്റേജിലൂടെയാണ് കുട്ടിയിലേക്കുള്ള ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിലേക്കുള്ള അവന്റെ വളർച്ച സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതിലെ എല്ലാ ലെവൽസിലൂടെയും കടന്നു പോകണമെന്നില്ല. ചില കോൺസെപ്റ്റിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ ആക്ച്വലി ഈ ഒരു ലെവലിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ റിമെമ്പറിംഗ് നടന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ അപ്ലൈയിങ് സാധ്യമാകുള്ളൂ. ഓക്കെ, then only he will be able to analyze things, then he will be able to evaluate, and at last he will be able to create something new. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കാണുന്ന ഈ ചെറിയ കുട്ടി പറഞ്ഞതുപോലെ അവനൊരു കവിത അല്ലെങ്കിൽ അവനൊരു പോം, he will be able to recite,
സോ ഹി ഈസ് റിസൈറ്റിംഗ് ദ പോം എന്ന് പറയുമ്പോൾ അവൻ റിമെമ്പർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ മനസ്സിലാക്കി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവൻ അത് മനസ്സിലാക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ചെറിയ കുട്ടികൾ പല കവിതകളൊക്കെ പാടാറുണ്ട്. ചിലപ്പോൾ അവർ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സോ അവിടെ ആശയഗ്രഹണം സംഭവിക്കുന്നില്ല, പക്ഷെ കുട്ടിക്ക് അറിയുന്നുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ പേര് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി അത് റീകോൾ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ അവൻ ആ റീകോൾ ചെയ്ത് പറയാനുള്ള അവന്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ അവന്റെ റിമെമ്പറിംഗ് ലെവലാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് കേട്ട ഒരു കഥയെ കുറിച്ച് അവൻ അത് സമ്മറൈസ് ചെയ്തുകൊണ്ട്, ഒരാളുടെ നിന്ന് കേട്ട കഥ കുട്ടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അവൻ്റെതായിട്ടുള്ള വേർഡ്സിൽ അവൻ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവനത് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ആ ഒരു സമ്മറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവന് സമ്മറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു വരവ് നമുക്ക് കാണാം, അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ലെവൽ. ഇനി കേട്ട കഥ അല്ലെങ്കിൽ കേട്ട ഒരു ഡ്രാമ, ഓക്കെ, അതിലെ ഏതെങ്കിലും ഒരു ഭാഗം അവൻ ഇനാക്ട് ചെയ്യുന്നു, അവന്റെ ജീവിതത്തിലൂടെ അവൻ ഒരു റോൾ പ്ലേ അല്ലെങ്കിൽ ഒരു ഡ്രാമറ്റൈസേഷൻ നടക്കുകയാണ്. അപ്പൊ അതെന്താ, അപ്ലൈയിങ് ആണ് വരുന്നത്, അപ്ലൈയിങ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കംസ് അനലൈസിങ്. അനലൈസിങ് എന്ന ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ആ വായിച്ച കഥയിലെ തീം കുട്ടി പറയാണ്. അപ്പൊ അതിനെ കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലാക്കി അതിന്റെ പ്രോപ്പർ എലമെന്റ്സ് എല്ലാം അത്രയും നന്നായി വിശകലനം ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ കുട്ടിക്ക് അതിലെ തീം പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ അവൻ ആ നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ അനലൈസിങ് എന്നുള്ള ലെവലിലേക്ക് അവൻ എത്തി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റിംഗ്. അതായത് കുട്ടി വായിച്ച ഒരു കഥ, അതിലെ ക്യാരക്ടേഴ്സിനെ അവൻ തന്നെ ജഡ്ജ് ചെയ്യാണ്. അവന്റെ റീസണിങ് പവർ യൂസ് ചെയ്തുകൊണ്ട് ഈസ് ഏബിൾ ടു ഡിഫെൻഡ് ഹിംസെൽഫ് യൂസിങ് ഹിസ് റീസണിങ് പവർ and he is trying to rate or to judge characters. Okay, ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഇവാലുവേറ്റ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വരുമ്പോൾ കുട്ടി അതേ തീമിലേക്ക് അനുയോജ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ് തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഒരു പോം വായിച്ചിട്ട് ആ സെയിം തീം വരുന്ന രീതിയിലുള്ള മറ്റൊരു പോം കുട്ടി കമ്പോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ക്രിയേറ്റിംഗ് എന്നുള്ള ഒരു എബിലിറ്റി ആയിട്ട് നമുക്ക് കാണാം. സോ ഈ രീതിയിലാണ് ബെഞ്ചമിൻ എസ് ബ്ലൂം കോഗ്നിറ്റീവ് ഡൊമെയിനിലുള്ള എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ ആ ഒരു ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ സ്ലൈഡിൽ വീണ്ടും അത് തന്നെ നമുക്ക് കാണാം, ആ ഒരു റിവൈസ്ഡ് ടാക്സോണമിയുടെ ഒരു വിശദീകരണം ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന രീതിയിൽ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, ആ ഒരു സ്റ്റെപ്സ് കയറി പോയി ഹയർ ഓർഡർ സ്കില്ലിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വേണം നമ്മളെ ക്ലാസ്സിലെ ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കാൻ. ആദ്യം തന്നെ കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ല. അവൻ അതിനെക്കുറിച്ച് അറിയണം, പിന്നെ അവൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, ആശയം ഗ്രഹിക്കണം. അത് കഴിഞ്ഞ് അവൻ ചെറിയ സിറ്റുവേഷൻസിൽ അതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കണം മറ്റു സ്ഥലങ്ങളിൽ. പിന്നെ അവൻ അതിനെ കറക്റ്റായിട്ട് വിശകലനം ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിനുശേഷം പിന്നെ അവൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഹി ഷുഡ് ബി ഏബിൾ ടു ജഡ്ജ് using his reasoning power. Okay, and then only he will be able to create things. അപ്പോൾ ഈ ഒരു ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ടാക്സോണമിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റിമെമ്പർ എന്ന് പറയുമ്പോൾ റെക്കഗ്നൈസിങ് ആൻഡ് റീകോളിംഗ് ഫാക്ട്സ്, recognizing and recalling. Understand എന്ന് പറയുമ്പോൾ understanding what the facts mean. Okay, understanding what it mean, ആശയഗ്രഹണം. applying the facts, rules, concepts and ideas. ഇതിപ്പോൾ ഏതൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചാണെങ്കിലും, ഇപ്പോൾ മാത്തമാറ്റിക്സിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്ന ഒരു കുട്ടി അതിങ്ങനെ വളരെ ബൈ ഹാർട്ട് ആയിട്ട് 1 2 2 2 4 3 2 6 എന്ന് പറയുമ്പോൾ അവനത് റിമെമ്പർ ചെയ്യുന്നുണ്ട്, റീകോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് നെക്സ്റ്റ് ലെവലിലാണ് അത് മനസ്സിലാക്കുന്നത്. അവൻ 2 2 4 എന്ന് പറയുമ്പോൾ 2 times 2 gives 4 അല്ലെങ്കിൽ 2 times 2 makes 4 എന്നുള്ളത് പിന്നീടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുമ്പോഴേ അവനത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ടീച്ചേഴ്സിന് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് അവൻ അറിയണം, അതിനുശേഷമാണ് അവനത് ആശയം ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് is remember, next is understand, then only he will be able to apply, then to analyze. Analyze means, as we said, breaking down information into component parts. അതിനെ വളരെയധികം അതിന്റെ എലമെന്റ്സ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യാൻ തുടങ്ങാം. ആൻഡ് നെക്സ്റ്റ് കംസ് ഫിഫ്ത്ത് ലെവൽ എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ്, ദാറ്റ് ഈസ് ജഡ്ജിങ് ദ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ ഓർ ഐഡിയാസ്. ഹി ഈസ് ജഡ്ജിങ് by himself and he is trying to defend himself using his logic or his reasoning power. Okay, and next the last level എന്ന് പറയുമ്പോൾ create, that is combining parts to make a new whole. ഒരു പുതിയ കാര്യം കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ to construct a new posture, ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയ ഇത് ഡിസൈൻ ചെയ്യാനൊക്കെ അവന് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ആ ലാസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ആ ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലിലെ ഏറ്റവും മുകളിലത്തെ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ലോട്ട്സ് എന്ന് പറയുന്നത് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ്, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ. ആൻഡ് ദ ലാസ്റ്റ് 3 എന്ന് പറയുന്നത് അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. അതാണ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ
സോ ഈ ഒരു റിവൈസ്ഡ് ടാക്സോണമി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ഒറിജിനൽ ടാക്സോണമി 1956 നിന്നും ഈ ഒരു ഓർഡറിൽ വന്ന റീഅറേഞ്ച്മെന്റ്, ലാസ്റ്റ് 2 ലെവൽസിലേക്ക് വന്ന ഒരു റീഅറേഞ്ച്മെന്റ്, ഇവാലുവേറ്റിന് ശേഷം ക്രിയേറ്റ്, അതേപോലെ തന്നെ നൗൺസ് എന്നുള്ള വേർഡ്സ് മാറി വേർബ്സ് ആയിരുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണുന്നത്. ഈ ഒരു ലാഡർ ലൈക്ക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഹയറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ level of their complexity. Okay, according to the level of complexity, thinking skills ന്റെ complex levels കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. So I hope this is useful to you. Thank you.